തേങ്ങ ചിരണ്ടണ്ട, തേങ്ങാപ്പാൽ എടുക്കണ്ട, നല്ലൊരു പരിപ്പ് പായസം തയ്യാറാക്കാൻ. തേങ്ങയും തേങ്ങാപ്പാലൊന്നും ഇല്ലാത്ത നല്ലൊരു പരിപ്പ് പായസം ആയാലോ ഇന്ന്. അപ്പോൾ അതിനായിട്ട് ഒരു 125 ഗ്രാമോളം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ പരുവത്തിന് വെന്ത് കിട്ടണം. ഇനി നമുക്കൊരു 200 ഗ്രാമോളം ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമ്മുടെ ഉരുളിയിലേക്ക് ഒരു 4 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർക്കാം. കശുവണ്ടി പരിപ്പ് മൂത്ത് വന്നാൽ നമുക്ക് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വരട്ടിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ വരട്ടി ഈ ഒരു പരുവത്തിനാക്കിയെടുക്കണം. ഇനിയാണ് നമുക്ക് ചേർക്കാനുള്ള നമ്മുടെ ഈസി ഇൻഗ്രീഡിയൻറ്റ്. അത് വേറെ ഒന്നുമല്ല, പാലാണ് കേട്ടോ. പശുവും പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. ചെറിയ ചൂടോടുകൂടെ ചേർക്കണേ. 1/2 ലിറ്ററാണ് കേട്ടോ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പായസം നിങ്ങൾക്ക് എന്ത് കട്ടിക്ക് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിനൊരു 2-3 മിനിറ്റ് നേരം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാം. കൂടി ഒരു 1/4 സ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സെർവ് ചെയ്തോളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ.